മുമ്പിൽ കൈ നീട്ടാതെയും വേറെ രീതിയിലും പോവാതെ അവർ കാശുണ്ടാക്കി ഓരോ റീൽസും ചെയ്ത് കാശുണ്ടാക്കി നമുക്കെന്താ എതിരഭിപ്രായം? അവരവരുടെ പാട്ടിന് വിട്, അവർ ചെയ്യുന്ന ജോലി അവർ ചെയ്യട്ടെ, ഞാൻ ചെയ്യുന്ന നിലപാട് ഞാൻ നടക്കും. ഇതൊക്കെ നമ്മളെ വ്യക്തിപരമായ ഒരു അഭിപ്രായങ്ങളാണ്. അതൊന്നും ആർക്ക് തടസ്സം നിൽക്കാൻ യാതൊരു അധികാരവും ആർക്കും ഇല്ല. അതവർ ചെയ്തോട്ടെ. പലരും പലതും പറയും. എന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ പറയുന്ന ആൾക്കാരെല്ലാം രേണുസുതിക്കും എല്ലാ മാസവും ഒരു 5 ലക്ഷം 2 ലക്ഷം വെച്ച് അങ്ങ് കൊടുക്കട്ടെ. രേണുസുതി വീട്ടിലിരിക്കട്ടെ. എന്താ, നല്ലതല്ലേ? പറ്റുമോ? ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഒരാളും ചെയ്യില്ല. അപ്പോൾ അവർ, ഞാൻ പറയുന്നത് തെറ്റായ രീതിയിലല്ലാത്ത രീതിയിൽ. പിന്നെ നമ്മൾ ഒരു ഭർത്താവ് മരിച്ച ഒരാളാണ്, എല്ലാം ശരി തന്നെ. എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെയും കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിൽ കുറേ നെഗറ്റീവ് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെൻ്റെ അഭിപ്രായമാണ്. വേറെ ആരും നടി പ്രിയങ്ക പറഞ്ഞത് കേട്ടല്ലോ. ഇതോട് യോജിപ്പുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യട്ടോ, നല്ല അഭിപ്രായങ്ങൾ മാത്രം കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെ രേണുസുതി വീട്ടിലിരിക്കട്ടെ. രേണുസുതി വീട്ടിലിരുന്നിട്ട് ഈ കുറ്റം പറയുന്ന ആൾക്കാർ രേണുസുതിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കട്ടെ. അപ്പോൾ രേണുസുതി ഈ മാതിരിയുള്ള കോപ്രായത്തരങ്ങളൊന്നും കാണിക്കാൻ വരില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ മോശമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നി മോശമായിട്ട് ചെയ്യുന്നുണ്ടോയെന്ന്? എന്തോ കുറച്ച് ഇവിടെ കാണിക്കണു. ഇതൊന്നും കാണിക്കുന്ന ആൾക്കാർ ഒത്തിരി പേര് ആൾക്കാരുണ്ട്. പക്ഷെ അവരിനൊന്നും ആരും എന്താ പറയുക, ഇങ്ങനെ പബ്ലിക്കായി വന്ന് ഇത്രയും മോശമായിട്ട് പറയുന്നത് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷേ രേണുസുതി ഭയങ്കര ഫേമസ് ആയി. ഇപ്പം എന്തായാലും എല്ലാവരും കൂടി ഫേമസ് ആക്കി എന്ന് തന്നെ പറയുക. പിന്നെന്താ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാഡ് കമൻ്റ് ആയിട്ട് ആരും വരരുത്. ഓക്കെ.